ആദ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മതപരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അവരുടെ പ്രാർത്ഥനകൾക്കും അവരുടെ പുസ്തകത്തിലെ രീതികൾക്കും അവരുടെ സംസ്കാരങ്ങൾക്കൊന്നും എതിരല്ല. പക്ഷേ ചില സത്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ഞങ്ങളിതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രയോ ആളുകൾ പ്രഭാഷണം നടത്തിക്കൊണ്ട് എത്രയോ ആളുകൾ കേൾക്കുന്നുണ്ട്, എത്രയോ ആൾ മതപരമായി ജീവിക്കുക. അതൊരു സംസ്കാരമാണ്, അവരുടെ മനസ്സാണൊക്കെ. എല്ലാ ടെക്നോളജി അല്ല, അതൊക്കെ മനസ്സെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടത്. നമ്മുടെ മാനസിക തലമാണ് ഓരോരോ ജീവിത രീതി. ഇതൊക്കെ മനുഷ്യനെ തിന്നുന്ന മനുഷ്യനില്ലേ, അപ്പോൾ അവൻ്റെ സംസ്കാരം എന്താ അതിന് മാറി. കുറയ്ക്കുന്നൊരു 98% മാറിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. 2.5%, 98%, ബാക്കി കിടക്കുന്നുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്, കണ്ടെത്തിയ സയൻസ് പറയുന്നത്. അങ്ങനെ മാറ്റം വന്നാണ് അത്രയല്ലേ ഉള്ളൂ. കുറയ്ക്കേണ്ട സ്വഭാവം കുറേ മനുഷ്യനുണ്ടല്ലോ. പിന്നെ ഇത് പറയാൻ കാരണം, ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ യൂട്യൂബിലാണ് കാര്യമായിട്ട് വരല്. അപ്പോൾ ഞാനിത് പോസ്റ്റ് പിൻവലിച്ചുകൂടെ ഇല്ലേ, കുറച്ച് നേരത്തിനാണ്, ഇങ്ങനെയാണ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് പറയാനുള്ള കാരണം, ഇത് ഞാനാണ് ഇപ്പോൾ ഗാലക്സിന് മിൽക്കി വേനും, എനിക്കത്ര വിജ്ഞാനമൊന്നുമില്ലെങ്കിലും ഫിസിക്സിൻ്റെ ബാലപാഠാണത്, ഗാലക്സി മിൽക്കി വേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാനാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. വേറെ ഞാൻ കണ്ടു കാണില്ല, വേറെ രീതിയിൽ വന്നിട്ടുണ്ടോ. ഈ വിവരണം നൽകിയും കൊണ്ട് ഇങ്ങനെ അനന്തമായ പ്രപഞ്ചശക്തിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വേറെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇനിയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നാണ് പ്രപഞ്ചശക്തിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഒരാൾ പിന്നെ കണ്ണട വെച്ചുകൊണ്ട്, അയാൾ കണ്ണട വെക്കലൊന്നും എനിക്ക് വിഷയമല്ല, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ മണ്ണിലുണ്ട്, അതായിക്കോട്ടെ. അത് നമ്മൾ പറഞ്ഞ സംഗതിയല്ല, അതിന് അവർ ഉത്തരം കൊടുത്തോളൂ. ഗാലക്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സൂര്യൻ പ്രകാശം ഭൂമിയിലെത്ത് 8 മിനിറ്റ് എടുക്കുന്നു. ഇങ്ങനെ 3 ലക്ഷം കിലോമീറ്റർ 8 മിനിറ്റ് എടുക്കുന്നു. ഇങ്ങനെ സൂര്യനേക്കാൾ എത്രയോ അനന്തകോടി നക്ഷത്രങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങൾ ഗാലക്സി, കോടാനുകോടി നക്ഷത്രങ്ങൾ മിൽക്കി വേ. ഇങ്ങനെ എത്രയോ ഒരു പ്രപഞ്ചം വലുതാണ്, ഭൂമി തന്നെ അണുവാണ്. ഇങ്ങനത്തെ പ്രപഞ്ചത്തിനെ ഒരു കണ്ണും കയ്യും മൂക്കുള്ള, എല്ലാവർക്കും സങ്കല്പത്തിന് കണ്ണും കയ്യും മൂക്കുള്ള ആളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറച്ചിൽ തന്നെയുള്ളൂ, അവനെന്ന് പറഞ്ഞുകൊണ്ട്. അത് നിയന്ത്രിക്കില്ല എന്ന് പറഞ്ഞുള്ളൂ, അല്ലാതെ ദൈവമില്ല എന്ന് പറയില്ല. അത് പുസ്തകത്തിലുണ്ടെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, എന്നാൽ പിന്നെ അത് പറഞ്ഞു കൊടുത്തുവിടോ, കുറച്ചുകൂടെ മുന്നേ അത് പറഞ്ഞു കൊടുക്കുക. ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട്. എന്ത് പൊട്ടത്തിനാണ് പറയുന്നത്? പുസ്തകത്തിലുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് അവരിത്രയും ഗതിയിടണം. എത്ര ഗതിയിട്ട കണ്ടെത്തിന് ഒരു കണ്ണടിയാണെങ്കിലും കണ്ണട ഊരാന്ന് പറയും. ആ തമാശ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നം. കണ്ണടിയും ഗതിയിട്ട് കണ്ടെത്തുന്നതാണ്. ഇതുപോലെ ആരോ എഴുതിച്ച പുസ്തകങ്ങൾ പറ്റി ചിന്താശക്തി ഇല്ലാതെ ഇങ്ങനെ പിടിച്ച് പറയുന്നതല്ല. അതെന്താണെന്ന് നോക്കണം, എഴുതിയെന്താണ് ഈ കാലഘട്ടത്തിന് അനുസരിച്ച് അങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ സൃഷ്ടികർത്താവില്ല എന്നാണ് പറഞ്ഞത്. ശരി തന്നെയാണ്, അതിന് നിഷേധിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടി, ഒരു മനുഷ്യരൂപമുള്ള ആക്കോ അങ്ങനത്തെ ഒരു സങ്കല്പത്തിനോ സൃഷ്ടിക്കാൻ പറ്റില്ല. വേറെ ഉണ്ടായിരിക്കും അത്ഭുതങ്ങൾ സംഭവിക്കുക. നിങ്ങൾ ചിലപ്പം കിഴക്കോട്ടും വിചാരിക്കാതെ പലതും മനുഷ്യൻ്റെ മനസ്സുമായിട്ടും പലതുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പൂർവ്വജന്മം എന്തു പറഞ്ഞാലും അതൊന്നും നമ്മൾ നിഷേധിക്കില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ചെറിയ പെർസെൻറ്റേജ് ഉള്ളൂ, ഉറച്ച സംഗതിയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കുന്നു ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നടക്കും, നടക്കാതിരിക്കുക. പക്ഷേ ഇപ്പോൾ ഞാൻ മൊബൈലെടുത്ത് സംസാരിച്ചാൽ ഉറപ്പിച്ച് എനിക്ക് പറയാം, ഞാൻ സംസാരിക്കാൻ എനിക്ക് പറ്റും, നടന്നു പോകാൻ പറ്റും. ഈ സംഗതി ശരിയാണ്, ഇതൊക്കെ ഉറച്ച സംഗതിയാണ്, ഇത് കണ്ടെത്തിയതാണ്, ക്യാമറകൾ എടുത്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പൊന്നര ചങ്ങായി അതിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തൂടെ. പിന്നെ വേറൊരു വിഭാഗത്തിന് വേണമെങ്കിൽ പറയാം, ഹിന്ദു വിഭാഗം തന്നെയാണ് പറയുന്നത്. അവരെ രാമായണത്തിൽ പറയുന്നുണ്ട്, ചിത്രം കാണുന്നുണ്ട്. അവരാരും വെച്ച് പിടിച്ചുകൊണ്ട് നടക്കണമെന്നില്ല, ചിത്രം കാണുന്നുണ്ട് രാമായണത്തിൽ. ഇത് 5000-10000 വർഷം മുന്നേ പഴക്കമുള്ളതിൽ ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്, നശിച്ചു പോണ ഭൂമി. അപ്പോൾ എത്രയോ 5000-10000 മേലെ എങ്ങനെയാണ് പോയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ കാലത്തുള്ള ആ ചരിത്രത്തിൽ ഇത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുപിടിച്ച് കിടക്കണ്ടേ, ഉള്ള സംഗതി പുസ്തകത്തിലുള്ളത്. അപ്പോൾ വെറുതെ അങ്ങനത്തെ നമ്മൾ അറിയാത്ത എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അതൊക്കെ അതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പിൻവലിക്കാൻ ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഞാൻ കണ്ടിട്ടില്ല പറയാൻ. അപ്പോൾ അതിന് നമ്മളതാണെന്ന് വെച്ച് കൂട്ടി കുഴക്കരുത്. നമ്മൾ പറഞ്ഞോളൂ, അതിലുണ്ടല്ലോ അത് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞോ, അതിലുള്ള സംഗതികളും. അത് പലരും പറയുന്നുണ്ട്, വിമർശനമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്, പഴയ കാലം പോലെയില്ല. വിമർശിക്കുന്നോട് ചെന്ന് വിമർശിക്കുക, അത് തെറ്റാണ്, ശരിയാണ്. അതല്ലാതെ ഇങ്ങനെ ആരോ ഗതികെട്ട് കണ്ടെത്തിയ ശാസ്ത്രസത്യം നമ്മളതാണെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ?